ഗൈസ്, അപ്പൊ ഇന്ന് നമ്മള് ഹൈദരാബാദ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിരിക്കാന്ന്. ഇന്ന് വെനസ്ഡേ 3-ാം തീയതി ജൂൺ 3-ന് ഒരു 5 days ലോങ് ജേർണി, അതും കാറിലാണ് നമ്മൾ പോകുന്നത്. സോ ഇപ്പം എവിടെ സ്ഥലം? ഇപ്പം മൈസൂർ കഴിഞ്ഞു ഗൈസ്. ഞങ്ങള് രാവിലെ 3:40 ആയിക്കണം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പം. അപ്പം 3:40 ഇറങ്ങി. ദെൻ ഒരു 6:30 ഒക്കെ ആകുമ്പോഴത്തേക്ക് മുത്തങ്ങ എത്തി. ഇപ്പം സമയം എത്രയായി? ഐ തിങ്ക് ഒരു 8:30 ആയി തോന്നുന്നു കേട്ടോ, നോക്കിയില്ല. അപ്പൊ ഞങ്ങൾ മൈസൂർ എത്തി. സോ ഗൈസ്, അപ്പൊ ഇനി ലോങ് ജേർണിയാണ്. 5 ദിവസത്തെ ലോങ് ജേർണി, അതായത് 5 ദിവസത്തെ ട്രിപ്പാണ് കേട്ടോ. സോ അടിച്ചു പൊളിക്കാൻ പോകണേ ഗൈസ്. നമ്മളിപ്പം മൈസൂർ ഹൈവേയിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മൈസൂർ ബാംഗ്ലൂർ ഹൈവേ ആണ് ഗൈസ്. ഇനി ഞങ്ങൾ ഫുഡ് കഴിച്ചില്ല, അപ്പൊ ഈ ഫുഡ് കഴിക്കാൻ എവിടേക്ക് നിർത്തണം. ഞങ്ങൾ ട്രിപ്പ് ഇങ്ങനെ ഓരോ ദിവസം എവിടെയൊക്കെ പോകണം, അതേപോലെ എപ്പം എത്തണം എന്നുള്ള കാര്യമൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ 3:30 നമ്മൾ ട്രിപ്പ് പ്ലാൻ ചെയ്തത്. അത് ഒരു 10 മിനിറ്റ് ഡിലേ ആയി. 3:40 ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. എന്നിട്ട് ഇന്ന് രാത്രി ഒരു 12 o'clock ആകുമ്പോഴത്തേക്ക് റൂമിൽ എത്തണം എന്നാണ് പ്ലാൻ ചെയ്തത്. അപ്പൊ നമ്മൾ ഹൈദരാബാദിലെ റൂമൊക്കെ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ബുക്ക് ചെയ്തത് ഇറ ഓർക്കിഡ് അങ്ങനെ ഒരു ഹോട്ടലാണ് ബുക്ക് ചെയ്തത്. കാറിൽ ആദ്യമായിട്ട് ഞങ്ങൾ ഇത്രയും ലോങ് ട്രിപ്പ് പോകുന്നത്. ഇതിന് മുന്നേ TUV ആയപ്പോ എവിടെ അത്ര ലോങ് പോയിട്ടുണ്ടോ? ഇത്ര ലോങ് ഒന്നും പോയിട്ടില്ല. എവിടെ ഏറ്റവും മാക്സിമം ലോങ് ചെയ്താ പോയത്? TUV-ല് കൊടൈക്കനാലാ പോയത്. അത്ര എന്തായാലും ഇത്ര ലോങ് ഒന്നും അതിലും പോയിട്ടില്ല. പിന്നെ താറില് ഇപ്പൊ കണ്ണന് ഭയങ്കര ആഗ്രഹം, അവന് എത്രയും ലോങ് ട്രിപ്പ് എന്തായാലും പോകണം എന്നല്ല. ഞങ്ങള് ഫ്ലൈറ്റിൽ പോകാൻ വേണ്ടി വിചാരിച്ചതാ, പക്ഷെ കണ്ണൻ സമ്മതിക്കില്ല, അവന് താറിൽ തന്നെ പോയാൽ മതിയെന്ന്. അപ്പൊ അതുകൊണ്ട് ഞങ്ങള് താറിൽ പോവാന്ന് വിചാരിച്ചു. ഇപ്പൊ എന്തൊക്കെയാ കണ്ണോട് ചോദിച്ചു നോക്കാം, നമുക്ക് റിവ്യൂ ചോദിച്ചേക്കാം താറില് പറയില്ല. അടിപൊളി വണ്ടി പോകണമെന്ന് അറിയില്ല. ഇപ്പൊ 100-ലാണ് പോണത്, 110-ലാണ് പോണത്. 110-ലാണ് പോകുന്നത്. ഒന്നുമില്ല, ഫുൾ സ്മൂത്ത്. പിന്നെ ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് വേറെ ചൊറയില്ല. ഉറങ്ങി നിൽക്കുക പോടാന്ന്. ഓട്ടോമാറ്റിക് ആയിട്ട് ഓനെ കുറിച്ച് ചോറല്ലേ കേട്ടോ. നമ്മളൊക്കെ കാണുമ്പോ ഫസ്റ്റ് ഇട്ട് സെക്കൻഡ് ഇട്ട് എന്താ ഈ കാണിക്കണ അല്ലേ? ഞാനും ആ വഴിക്ക് വന്നിട്ടോ. ഞാൻ ഫസ്റ്റിന് ഓട്ടോമാറ്റിക് താറോക്സിലെല്ലാം പഠിച്ചു. അവരുടെ ആ ഡയലോഗ് അടിക്കുന്നത് അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയിപ്പോ കാലം മാറി, നാട് ഓടുമ്പോ നടുവേ ഇടണോ? അല്ല, ഇനിയിപ്പോ ഗിയർ ഇട്ടിട്ട് കാര്യമില്ല. അതുകൊണ്ട് എല്ലാ വണ്ടി ഓട്ടോമാറ്റിക് ആക്കണം. പഠിപ്പിക്കുന്ന മനുഷ്യരുടെ കഷ്ടപ്പെട്ടത്. ഇപ്പൊ നമ്മളിപ്പോ ബാംഗ്ലൂർ രാമപുരം ബാംഗ്ലൂർ ആണ് ഒരു നോക്കാൻ പോണേ. ഇപ്പൊ എത്രയാ? 94. വളവായിട്ടാ ഇതിപ്പോ അല്ല, ഇതിപ്പോ ഇപ്പൊ നോർമൽ സ്പീഡിൽ പോണേ. ഞാൻ ഓരോ ചവിട്ടി കൊടുക്കുന്നില്ല. ഇങ്ങനെ കയറി 110, 115, 6 പോണേ. ഓടാണ് കാര്യം ഓടും. ഇത് വിൻഡോ ഓപ്പൺ ആക്കിയാൽ ശരിക്കും ഇതിന്റെ ഇതറിയുള്ളൂ, സ്പീഡ് അറിയുള്ളൂ. കാറിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചർ ഏതാ? ഇഷ്ടപ്പെട്ട ഫീച്ചർ തൈസാണ്. എന്ത്? സ്പീഡോ? പിന്നെ ഓട്ടോ ഹെഡ്ലൈറ്റ്. വണ്ടി വരുമ്പോ ഓട്ടോമാറ്റിക് ഡിം ആവും, വണ്ടി ഇല്ലെങ്കിൽ ബ്രൈറ്റ് ആവും. പിന്നെ ഓട്ടോമാറ്റിക് വൈപ്പർ. എന്താ ഒപ്പൊക്കെ ഏത് ഫീച്ചർ ഇഷ്ടപ്പെട്ടത് കാറില്? എല്ലാ ഫീച്ചറും ഒന്നും പറയാനില്ല, കിട്ടില്ല. ലോങ് യാത്രക്ക് ഏറ്റവും ബെസ്റ്റ് വണ്ടി സെലക്ട് ചെയ്യാൻ പറ്റും. ക്ഷീണം ബാധിക്കില്ല. ഞങ്ങൾ ഇനി അരിപ്പൊടി കഴിക്കാൻ പോവാണ്. ഞങ്ങക്ക് ഫുഡ് കിട്ടിയില്ല കൈസ്. ഇത്രയും നേരം ഇവനെ വണ്ടി കൊടുത്താൽ ഇതാണ് പണ്ട് മുതലുള്ള ശീലാണ് ഇവന്. വണ്ടി കൊടുത്താൽ പിന്നെ വണ്ടി നിർത്തൂല. ഫൈനലി കണ്ണന് റെസ്റ്റോറന്റിൽ നിർത്തി ഗൈസ്. ഞങ്ങള് ഫുഡ് കഴിക്കാൻ പോവാണ്, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. ഞങ്ങൾ അരിപ്പൊടി കഴിച്ചുകൊണ്ടിരിക്കുകയും ഞാൻ അപ്പോൾ പിന്നെ നിർത്തി. അതുകൊണ്ട് രാവിലത്തെ ഫുഡ് കഴിക്കാൻ പോവാണ് ഗൈസ്. നല്ല ക്ലൈമറ്റ് ഇട്ട് ഇവിടെ, നല്ലൊരു തണുപ്പൊക്കെ ആയിട്ട്. ഇത്രയും നേരം കാത്തുന്നതിനൊരു കാര്യം കേട്ടോ, ബിക്കോസ് നല്ല അടിപൊളി റെസ്റ്റോറൻറ്റിലാണ് കയറിയത്. നല്ലൊരു ആംബിയൻസ് ഇവിടെ, നല്ല ലക്ഷറി ഫീൽ ഉണ്ട്. എന്തായാലും കണ്ട നിർത്തിയ സ്ഥലം അടിപൊളിയാണ് ഗൈസ്.
വിഷ്വൽ ബ്യൂട്ടി എന്താ കഴിച്ചത് ഒന്ന് കാണണേ. ഫ്ലൈറ്റ് കാണോ? അത് ശരിയാണ്, ഫ്ലൈറ്റിന് പോയാൽ നമുക്ക് ആകാശം കാണാലോ. അപ്പൊ നമ്മൾ ബാംഗ്ലൂർ സിറ്റി എത്തി, ബംഗളൂരു. ഇപ്പൊ ഞങ്ങള് അറൈവല് കാണിക്കുന്നു 9:41 PM ആണ് കേട്ടോ. നമുക്ക് നോക്കാം എപ്പോഴാ എത്താന്നുള്ളത്. അങ്ങനെ ആനന്ദപ്പൂർ അങ്ങനെ എന്തോ സ്ഥലത്തായിട്ടിത് കേട്ടോ. ഇവിടെ ഒന്നും കാണുന്നില്ല. പക്ഷെ ഞങ്ങള് ഫുഡ് കഴിക്കാൻ നിർത്തിയതാ. ആകെ ഒരു സന്തോഷം എന്താന്ന് വെച്ചാൽ ചോറും കറിയും കൊണ്ടുപോകും. ഉച്ചയ്ക്ക് ഫുഡ് അതുകൊണ്ട് പുറത്തുനിന്നല്ല, ഫുഡ് ഞങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ട്. ചോറും കറിയും അച്ചാറൊക്കെ ഇട്ട്. പക്ഷെ ഞങ്ങൾ കഴിക്കാൻ പോകും. മരത്തിന്റെ ചോട്ടിൽ നിർത്തിയിട്ട് കഴിക്കാൻ പോവാ. ഭയങ്കര വെയിലിട്ടോ ഇവിടെ, നല്ല ചൂട് അടിക്കുന്നു മേലേക്ക്. ഒന്നാമത് കുറേ സമയം AC-ൽ ട്രാവൽ ചെയ്തിട്ട് ഇപ്പൊ ചൂടടിച്ചിട്ട് എന്തോ പോലെയാണ് മേലൊക്കെ. ചോറും സാമ്പാറും അച്ചാറും ഫുഡ് കഴിച്ച് ഞങ്ങൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ ഇവിടെ സമയം കാണിക്കുന്നത് 9:28 ആട്ടോ അറൈവൽ ടൈം. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ നിർത്തുമ്പം 9 മണിയായിരുന്നു. ഇപ്പൊ അരമണിക്കൂർ ഡിലേ ആയി. സോ അത് കണ്ണൻ എങ്ങനെയെങ്കിലും പിടിക്കുന്നതാണോ പറയണത്. നമുക്ക് നോക്കാം അവൻ എത്തിക്കാൻ പറ്റും 9 മണിക്ക് എന്നുള്ളത്. ഗൈസ്, അപ്പൊ നമ്മള് ഹൈദരാബാദ് എത്താനായി. ഇപ്പം നല്ല ഇരുടായി, രാത്രി ആയിട്ടോ. ഇനി 67 കിലോമീറ്റർ ഉണ്ട്. 8:48 അറൈവൽ ടൈം കാണിക്കുന്നത്. 1 ഹവറിന്റെ അടുത്തുണ്ട്. ഇപ്പൊ സമയം 7:17. ഗൈസ്, നമ്മളങ്ങനെ റൂമിലെത്തി കുറച്ച് സമയമായിട്ടോ. ഞങ്ങള് റൂമിലെത്തി കുറച്ച് എല്ലാവരും റെസ്റ്റ് എടുക്കുകയാണ്. അമ്മ ഇവിടെ ഉണ്ട്, കണ്ണൻ ഇവിടെ ഉണ്ട്. 2 ബെഡാണ് ഗൈസിലത്. ഇവിടെ ഒരു ബെഡ്, ദെൻ ഇവിടെ ഒരു ബെഡ്, അങ്ങനെ 2 പോർഷൻ ആയിട്ടാ. വ്യൂ ഒന്നുമില്ല, ജസ്റ്റ് ബിൽഡിംഗ് തോന്നുന്നത്. ഇപ്പൊ രാത്രി ആയതുകൊണ്ട് മനസ്സിലാവുന്നില്ല. അതായത് ബിൽഡിങ്ങിന്റെ ബാക്കൊക്കെ കാണുന്നത്. ഇപ്പൊ ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട് റൂമിലേക്ക് ഫുഡ് കയറ്റൂല. സോ അതുകൊണ്ട് ഞങ്ങൾ കൊണ്ടുവന്ന കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്നും കയറ്റൂല. സോ ഇപ്പൊ ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്തിക്കാം. അപ്പൊ അതിന്റെ കൂടെ മൈബോസും കൂടെ കാണാന്ന് വിചാരിച്ചു ഗൈസ്. അടിപൊളി റൂമാണ്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ആക്ച്വലി റൂം. ഇത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടോ. ഇഡ്ഡലി, പിന്നെ കസ്റ്റാർഡ് ഫ്രൂട്ട്സ് ഇല്ലേ, ഇത് 2 ഇപ്പം എടുത്തത്. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് പോയിട്ട് വേണം വേറെ എന്തെങ്കിലുമൊക്കെ എടുക്കാൻ. ഗൈസ്, സോ ഇന്ന് ഫസ്റ്റ് ഡേ ആണ് ഹൈദരാബാദിൽ. ഇപ്പം ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് നേരെ ഫിലിം സിറ്റിയിലേക്കാണ് പോകുന്നത്. ഫസ്റ്റ് ഡേ ഫിലിം സിറ്റിയിലേക്കാട്ടോ പോകുന്നത്. അപ്പം ഞങ്ങൾ ഒരു മോർണിംഗ് 7 o'clock ആകുമ്പോൾ എണീറ്റ് എന്നിട്ട് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഓൾറെഡി റെസ്റ്റോറൻറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇനി നമ്മൾ പോവാണ്. ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയായിരുന്നു ഗൈസ്. കുറേ വിഭവങ്ങളുണ്ടായിരുന്നു. ഇഡ്ഡലി, പിന്നെ പൂരി, കുറേ സാധനങ്ങൾ കേട്ടോ. കോൺഫ്ലേക്സ്. ആക്ച്വലി ഞങ്ങൾക്ക് അത്രയും കഴിക്കാനുള്ള സമയം കിട്ടില്ല. എന്നാലും മാക്സിമം കഴിച്ചിട്ടുണ്ട്. കാരണം 9 മണിയാകുമ്പോഴത്തേക്ക് ഫിലിം സിറ്റി എത്തണമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ എത്താൻ കഴിഞ്ഞില്ല. ഹലോ ഗൈസ്, അപ്പൊ നമ്മള് രാമോജി ഫിലിം സിറ്റി എത്തി. അപ്പോ ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ പോവാണ്. നല്ല വെയിലാണ്, നല്ല പറഞ്ഞ നല്ല വെയിലാണ്. പിന്നെ തന്നെ മഴയാണ് തോന്നുന്നത്. അപ്പൊ ഗൈസ്, അപ്പൊ നമ്മൾ പൊളിക്കും ഗൈസ്. ഇതാണ് എൻട്രി കേട്ടോ. ഇത് ആക്ച്വലി ഒരുപാട് ഉള്ളിലേക്കാണ്. ഇപ്പോൾ കുറേ ദൂരം ഉള്ളിലേക്ക് വന്നു. ഇവിടെ ഫുൾ ഒരു ഡ്രൈ ലാൻഡ് ആണ്, ഒരു പച്ചപ്പൊന്നുമില്ല. പിന്നെ കുറച്ച് ഉള്ളിലേക്ക് വരുമ്പോൾ നല്ല ഭംഗിയുള്ള ചെടി, ഇപ്പൊക്കെ നല്ല മരങ്ങളൊക്കെ വരുന്നുണ്ട്. നല്ല ചൂട് ഗൈസ്.
ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലെത്തി. ഇവിടെ എന്തോ കോംപ്ലിമെൻ്ററി റൈഡ്സ് ഒക്കെ ചെയ്യാൻ അവർ പറഞ്ഞത്. പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത ബസ് കയറണം. സോ ഇവിടെ കുറച്ച് റൈഡ്സ് ഒക്കെ ഉണ്ട്, പക്ഷെ ഞങ്ങൾ കയറണില്ല. അത്ര നല്ല രസമുള്ള റൈഡൊന്നുമല്ല, ചെറിയ ചെറിയ കുട്ടികളുടെ റൈഡില്ലേ അങ്ങനത്തെ റൈഡ്സ് ഒക്കെ ഉള്ളൂ. ഗൈസ് ഇവിടെ വെള്ളം സ്പ്രേ ചെയ്യുന്നുണ്ട് മുകളിൽ. നല്ല സുഖം കേട്ടോ. ഇത്രയും നേരം ഇങ്ങനെ ചൂടത്ത് നിന്നിട്ട് മുഖത്തൊക്കെ തൊടുമ്പോൾ തന്നെ ചൂടായി. നല്ല സ്പ്രേ ചെയ്യുന്നുണ്ട് വെള്ളം ഇവിടെ. मैं हूं वेंकटेश, आज आपका टूर स्कॉट। तो अभी हम जा रहे हैं ब्यूटीफुल गार्ड से देखे तो दिल्ली मुगल गार्ड शॉप है। रामोजी में लास्टिंग सीन इसी लोकेशन में शूट किया था। लास्ट में कहने गेस या चंद्रमुखी इधर से ये था वो लगे तो मुंबई सेंट्रल जेल सिंगम रिटर्न तेलुगुलो। ഇപ്പം ഞങ്ങൾ ഭാഗവതം സെറ്റിലേക്കാട്ടോ പോകുന്നത്. ഇപ്പോൾ ബസ് ഇവിടെ ഇറങ്ങിയിട്ട് ഇനി ഈ സെറ്റിൻ്റെ അകത്ത് കയറി കണ്ടതിന് ശേഷം ബാഹുബലി സെറ്റിലേക്കാണ് പോവുക. അപ്പം അത് കണ്ടുവരാൻ അവർ പറഞ്ഞത് ഗൈസ്. ഇതാണ് ഇതിന്റെ മുകളിലേക്ക് കണ്ടോ. ബാഹുബലി സെറ്റ് എത്തി ഗൈസ്. ഇതാണ് ബാഹുബലി സെറ്റിന്റെ മിനിയേച്ചർ. ഇപ്പൊ നമ്മളുള്ളത് രഥത്തിനടിയില്ല അല്ലേ? ഒരു സ്ഥലം അണ്ടർ വാട്ടർ രഥം. ഇത് നമ്മൾ ബാഹുബലിന്റെ ആ ഒരു എക്സിറ്റിൽ നിന്ന് നേരെ വരുന്ന ഷോപ്പാണ്. ഇത് കഴിഞ്ഞിട്ട് നേരെ ഇവിടെയാണ് എക്സിറ്റ് വരിക. അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ ഇതാ ഈ ഒരു സംഭവം വാങ്ങി, ഫ്രിഡ്ജ് മാഗ്നറ്റ്. ഇതാണ് ഞങ്ങൾ വാങ്ങിയത് ഗൈസ്. ഇതാണ് നമ്മളുടെ ഉദയനാണ് താരത്തിലെ ഒരു സോങ് ഒക്കെ വരുന്ന ലൊക്കേഷൻ ഇല്ലേ, ശ്രീനിവാസനും മീനിയും കൂടെ ഉള്ള ആ ഒരു ലൊക്കേഷനാണിത്. ഇനി നമ്മളിവിടെ ലൈവ് പെർഫോമൻസ് എന്തുകൊണ്ട് Artist is wearing special costume. Artist को देखिए वो special costume पहनी है, which I have opted trekking. Opted trekking है which will be shown on the screen like ये अवतार character. Screen के अंदर वही अवतार character कैसे दिखेगा वो ट्रैकिंग्स. And look it on the front side top में देखते रहिए, you can see. പോലെ പോലെ അവിടെ കുറച്ച് ക്ലിയർ ആവുന്നത് അവിടെ നമ്മൾ നിൽക്കണേ അവിടെ നിൽക്കാൻ പറഞ്ഞ പനിച്ചിട്ട് കഴിക്കാൻ പറ്റി. എവിടെ നടക്ക തലവേനൊക്കെ തലവേന ഉണ്ടാത്താളെ നടക്കുന്നുണ്ടേ. തീരെ ഇമ്മ്യൂണിറ്റി ഇല്ല, എന്നെ കണ്ടുപിടിക്കേ. എല്ലാരും ക്ഷീണിച്ച് കണ്ണ ക്ഷീണിച്ചിക്കണേ, കണ്ണ ക്ഷീണിച്ചിക്കണേ. എന്തായാലും ഇതില്ലേ ഇതാണ് ഡ്രീം ലൈഫ്. എന്താ അറിയോ, ജൂണിൽ സ്കൂൾ തുറന്ന സമയത്ത് ട്രിപ്പ് പോണത്. ഓ ഞാൻ പണ്ട് കൊറേ ആഗ്രഹിച്ചതാ ഈ ഒരു ലൈഫ്, സ്കൂളിൽ പോണ സമയത്ത് ട്രിപ്പ് പോവാ. ഇപ്പൊ നാട്ടിലാണ് നല്ല മഴ, ഈ സമയത്ത് ഇവിടെ നല്ല ചൂടാട്ടോ. നല്ല ചൂടുണ്ടായത്, ചൂടിന് അങ്ങനത്തെ ചൂട്, കത്താൻ ചൂട്, അങ്ങനെ പൊള്ളണ പോലെ ഇത്ര നേരം. ഇപ്പൊ ജസ്റ്റ് ഒരു മങ്ങിയ പോലെ ഉണ്ട്. സോ ഇതാണ് ജപ്പാനീസ് ഗാർഡൻ.
സോ ഇതാണ് ഗൈസ് ലാസ്റ്റ് സ്പോട്ട്. ഇവിടെ കണ്ട കുറേ ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട്. മീൻസ് ഓരോ ഏരിയയും അത്രയും ക്ലീൻ ആണ് കേട്ടോ. ഒരു ഇല പോലും ഇല്ല. അത്രയും ഒരു ക്ലീൻ ആക്കി മെയിൻറ്റെയിൻ ചെയ്തിട്ട് റോഡൊക്കെ നല്ല ക്ലീൻ ആയിട്ട് വരെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ആകെയുള്ള ആശ്വാസം ഈ കൂളറാട്ടോ. അത് എല്ലാ ലൊക്കേഷനിലും അധികം ഉണ്ട്. ഈ കൂളറാണ് ആകെയുള്ള ആശ്വാസം ഈ ചൂടത്ത്. നമുക്കൊന്ന് അഞ്ഞി വരാം. ഇത് ബേർഡ്സ് ഗാർഡൻ ആണ് ഗൈസ്. ഗൈസ് നമ്മള് ഇപ്പം പുറത്തിറങ്ങി നടക്കാൻ ഇറങ്ങിയതാണ്. ആക്ച്വലി ഫിലിം സിറ്റി പോയിട്ട് ഞങ്ങൾ ഭയങ്കര ടയേർഡായിട്ടോ, നല്ല ടയേർഡായി. എനിക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഫിലിം സിറ്റി നമ്മൾ ഉച്ചയ്ക്ക് ശേഷം പോകണം. അവിടെ 9 മണി വരെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം പോകുന്നത് ബെറ്റർ. കാരണം ആ വെയിലൊന്ന് ഒഴിവായി കിട്ടും. അല്ലെങ്കിൽ നല്ല വെയിലുണ്ടാകും, കരിഞ്ഞിട്ട് നമുക്ക് മതിയായി തോന്നും. അങ്ങനത്തെ അവസ്ഥ ഞങ്ങൾക്ക് ആക്ച്വലി പോരാൻ നേരത്ത്. ഇപ്പോൾ അമ്മ ഇവിടെ മലേഷ്യനെ കുറിച്ച് പറയട്ടെ. ഞങ്ങൾ മലേഷ്യയിൽ വൈകുന്നേരം ഇതേപോലെ നടക്കാൻ ഇറങ്ങി. അപ്പോൾ നല്ല രസമുണ്ട്. ഞാൻ ഭംഗിയൊന്നും ഇവിടെ ഇല്ല എന്ന് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞിട്ട് ഞങ്ങൾ ലാസ്റ്റ് ഫിലിം സിറ്റിയിൽ നിന്ന് എത്ര മണിക്ക് ഇറങ്ങി? ഒരു 3 മണിക്ക് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഒരു ക്ലിപ്പൊന്നും എടുത്തില്ല, കാരണം അത്രയും ടയേർഡായിരുന്നു. മതിയായി അവസാനം എങ്ങനെയെങ്കിലും അത് റൂമിൽ എത്തിയാൽ മതിയായിരുന്നു. പിന്നെ റൂമിലെത്തി ഞങ്ങൾ കുറേ സമയം റേസിട്ട് ഇരുന്നപ്പോഴാണെന്ന് സമാധാനമായിരുന്നു. അപ്പോഴാണെന്നൊരു പിന്നെ ഒരു ഉഷാറായിരുന്നു. സോ ഇപ്പൊ ഞങ്ങള് പുറത്ത് നടക്കാൻ ഇറങ്ങിയതാ. പിന്നെ ഫുഡ് കഴിക്കണം, അതിന് വേണ്ടി ഇറങ്ങിയതാ. ഇനി ഞങ്ങൾ ഉച്ചയ്ക്ക് കഴിച്ചില്ലല്ലോ. ഉച്ചയ്ക്ക് ഞങ്ങൾ ഒന്നും കഴിച്ചില്ല. രാവിലെ കഴിച്ചതാ. പക്ഷെ ക്ഷീണം തോന്നില്ലല്ലോ കഴിക്കാത്തന്റെ. എന്താ മറന്നു വേണ്ടാണോ? എന്നാലും ഉച്ച കഴിച്ച ഞാൻ ഓർമ്മയിലോണ്ട്. അതുകൊണ്ടാണെന്ന് അറിയട്ടോ. ഓർമ്മയില്ല, അതുകൊണ്ട് ഒരു വിശപ്പ് അറിയുന്നില്ല. അതില് ഫുള്ള് കല്ലും മണ്ണിരിക്കല്ലോ. ഇടയ്ക്കോ കിട്ടുന്ന പറഞ്ഞിട്ട് കണ്ണം കൊണ്ടുപോകണ്ടേ ഇല്ലാതെ. ഞാൻ അപ്പോഴേ പറഞ്ഞ മാളിൽ പോവാന്നുള്ളത്. അവൻ സമ്മതിക്കില്ല, നടന്നാ മതി എന്നാ പറയണേ. ഇവിടെ ഫുൾ ഈ സൈഡില് തട്ടുകടയാണ് ഗൈസ് കാണുന്നത്. നമ്പർ 1 സിറ്റി അല്ലേ? നമ്മളെ മലേഷ്യയിൽ കടപിടിക്കാൻ പറ്റിയൊരു സിറ്റിയെന്ന് തോന്നുന്നു. അതേമാതിരി ബിൽഡിങ് കാര്യങ്ങളൊക്കെ രാത്രി ഭയങ്കര. രാത്രിയാണ് ഇവിടെ ആക്ച്വലി ഭംഗി കേട്ടോ. അല്ലെങ്കിൽ മാള് പോണില്ലോ. ഞാനാണ് മലയാളത്തിൽ പറഞ്ഞ മാള് പോവാന്ന്. കണ്ടില്ലേ? ആ കണ്ടു. തേങ്ങ മാള് പോവാ. മാള് പോയി ഗൈസ്. നമ്മൾ അവിടെ നിന്ന് ഫുഡ് കഴിക്കുന്നില്ല, ഞങ്ങൾ തിരിച്ചു പോരാണ്. മാളിലേക്ക് പോകാൻ പ്ലാൻ മാറ്റി ഗൈസ്. ബിക്കോസ് ഒന്നാമത് പറഞ്ഞില്ല, ഉച്ചയ്ക്ക് കഴിച്ചില്ല. അപ്പം അതുകൊണ്ട് കുറച്ച് ഹെവി കഴിക്കണം. ഇവിടെ ആണെങ്കിൽ അത്ര നല്ല ഫുഡൊന്നും കാണുന്നില്ല. അപ്പം ഞങ്ങൾ വണ്ടീൻ്റെ അടുത്തേക്ക് വീണ്ടും പോവാണ്. അവിടെ പോയിട്ട് മാളിൽ പോകണം. 2 കിലോമീറ്റർ ഉള്ളൂ മാളിലേക്ക് എന്നാണ് നമ്മൾ നോക്കിയിട്ട് പറഞ്ഞത്. പക്ഷേ 23 മിനിറ്റ് ഉണ്ട്. നല്ല ട്രാഫിക്കാണ്. സോ ഇനി മാളിൽ പോയിട്ട് ഫുഡ് കഴിക്കട്ടെ. ഇപ്പോൾ ഞാൻ പറഞ്ഞതിന് ശേഷം നല്ല വിശക്കാൻ തുടങ്ങി. ഇതുവരെ എനിക്ക് വിശപ്പിന്റെ കാര്യം ഓർമ്മയില്ല. എനിക്ക് പറഞ്ഞപ്പോൾ എനിക്ക് നല്ല വിശക്കാൻ തുടങ്ങി. മാളിൽ എത്തിയിട്ടുണ്ട്. ഈ മാളിന്റെ പേര് പിന്നീടാ ശരത്തുമാണോ? ശരത്തുമാളാട്ടോ ഞങ്ങൾ എത്തിയത്. ഗൈസ് എത്തി ഞങ്ങൾ ഗെയിം സോണിലേക്ക് എത്തി തോന്നുന്നുണ്ട്. ഫുഡ് കോർട്ട് തിരഞ്ഞ് മുകളിലേക്ക് വന്നതിന്. പക്ഷേ ഇവിടെ ഫുഡ് കോർട്ടൊന്നും കാണാനില്ല. ഗെയിമിന്റെ ഏരിയ ആണ്. BFX അതൊക്കെ വരുന്നുണ്ട് ഈ ഒരു ഏരിയയിൽ. അറ്റ് ലാസ്റ്റ് നമ്മൾ ഫുഡ് കോർട്ടിലെത്തി ഗൈസ്. ഞങ്ങൾ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്, ഹൈദരാബാദി ബിരിയാണി. മാളിൽ ഇറങ്ങാണ്, നേരെ പാർക്കിങ്ങിലേക്ക് പോവാം. നാളത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. നാളെ ചാർമിനാർ, പിന്നെ ഗോൽഗുണ്ട ഫോർട്ട്, അങ്ങനെ 8 സ്ഥലങ്ങളൊക്കെയാണ് ചെയ്തത്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ വേറെ ടാക്സി വിളിച്ചിട്ടുണ്ട്. എല്ലാ സ്ഥലവും കവർ ചെയ്യാൻ വേണ്ടി ടാക്സി വിളിച്ചാൽ. അപ്പോൾ ഒരു നാളെ 9 മണി ആകുമ്പോഴത്തേക്ക് വരും. സോ അതുകൊണ്ട് വേഗം പോയി കിടന്നുറങ്ങട്ടെ.